4 കാര്യങ്ങളാണ് റസൂലിനോടുള്ള ആദാബ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 4 കാര്യങ്ങൾ. ഒന്ന്, തസ്ദീഖുഹു ഫീമാ അഖ്ബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കാര്യങ്ങൾ അതേപോലെ വിശ്വസിക്കുക, സത്യപ്പെടുത്തുക റസൂലിനെ. അതാണ് തസ്ദീഖുഹു ഫീമാ അഖ്ബർ. റസൂലിന്റെ മര്യാദയാണ്. ഒന്ന്, തസ്ദീഖുഹു ഫീമാ അഖ്ബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളെ അതേപടി നമ്മൾ സത്യപ്പെടുത്തുക. എന്തൊക്കെ കാര്യങ്ങൾ റസൂൽ പറഞ്ഞു തന്നത്? ഒരുപാടുണ്ട് അല്ലേ? പണ്ഡിതന്മാർ 3ആയി തരംതിരിച്ചു. ഒന്ന്, കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങൾ. ഏതുപോലെ? ബനൂ ഇസ്രായേലിന്റെ സംഭവം, മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാരുടെ സംഭവങ്ങൾ, ഇത്യാദി കാര്യങ്ങൾ. അത് അതേപോലെ വിശ്വസിക്കുക. രണ്ടാമത്തത്, റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ. ഏതുപോലെ? ഇസ്രാ മിഅ്റാജ് പോലെ. അത് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതകാലത്ത് ഉണ്ടായ ചില മുഅ്ജിസാത്തുകൾ പോലെ. ചന്ദ്രൻ പിളർന്ന സംഭവം, ഒട്ടകവും പശുവും റസൂൽ സംസാരിച്ച സംഭവം പോലെ. അദാബുൽ ഖബർ, അവ ഖബറിൽ മനുഷ്യ ശിക്ഷിക്കപ്പെടുന്ന റസൂൽ അറിഞ്ഞതുപോലെ. റസൂലിന്റെ വിരലിനിടയിലൂടെ ശുദ്ധജലം ഒഴുകിയതുപോലെ. ഇതൊക്കെ റസൂലിന്റെ കാലഘട്ടത്തിൽ നടന്ന ചില സംഭവങ്ങൾ റസൂൽ അറിയിച്ചതാണ്. അതും അതേപോലെ സത്യപ്പെടുത്തുക. മൂന്നാമത്തത്, ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന റസൂൽ അറിയിച്ചെന്ന കാര്യങ്ങൾ, അതും അത് സംഭവിക്കുമെന്ന് അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? സത്യപ്പെടുത്തുക. ഇതാണ് തസ്ദീഖുഹു ഫീമാ അഖ്ബർ. റസൂലുള്ളാഹി തങ്ങൾ അറിയിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? സത്യപ്പെടുത്തുക. ഈ വിഷയത്തിൽ ഒരുപാട് ആൾക്കാർ പയച്ചു പോയിട്ടുണ്ട്. തുടക്കം മുഅ്തസിലാക്കൾ എന്ത് ചെയ്തു? റസൂൽ അറിയിച്ച കാര്യങ്ങൾ അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ അവർ സ്വീകരിച്ചു, അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്തതാണോ അവർ തള്ളി. ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയ ഒരു ബിദ്അഈ പ്രസ്ഥാനം, ആ ബിദ്അഈ പ്രസ്ഥാനത്തിന്റെ ചാബല്യങ്ങൾ പേറി നടക്കുന്ന ഇന്നത്തെ പല സമുദായങ്ങളും അവരെന്ത് ചെയ്തു? അതേ സമ്പ്രദായം അവർ ഏറ്റെടുത്തു. അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്ന ഹദീസുകളാണോ അവർ സ്വീകരിക്കും, അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്തതാണോ അവർ തള്ളു. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അത് റസൂലിനോടുള്ള അദബിൽ, മര്യാദയിൽ ഒന്നാമത്തിന്റെ ലംഘനമാണ്. റസൂൽ അറിയിച്ച കാര്യങ്ങളെ അത് സഹീഹായി സ്ഥിരപ്പെട്ടതാണോ, അത് സത്യപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നതാണെങ്കിലും ഇല്ലെങ്കിലും. കാരണം എന്താ അറിയോ? നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, അള്ളാഹു നമുക്ക് നൽകിയ ബുദ്ധി അത് കേവലം ഈ ദുനിയാവിന്റെ കാര്യങ്ങൾ ചിന്തിക്കാനുള്ളതാണ്. ദുനിയാവിന്റെ അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ ചിന്തിക്കാൻ നമ്മുടെ ഈ ബുദ്ധിക്ക് അള്ളാഹു ശേഷി നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഖബർ തൊട്ട് അങ്ങോട്ടുള്ള ജീവിതം ആരുടെയും ഭാവനയും നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കാത്തത്. നമ്മുടെ ഭാവനയ്ക്ക് പ്രസക്തിയില്ല അവിടെ. കാരണം അത് ചിന്തിക്കാനുള്ള ശേഷി നമ്മുടെ ബുദ്ധിക്ക് നൽകിയിട്ടില്ല. അള്ളാഹു നമ്മുടെ ഈ ജീവിതം, ഈ ജസദ്, നമ്മുടെ റൂഹിനെ സമന്വയിപ്പിച്ച് നമ്മുടെ റൂഹിനെ അള്ളാഹു ചേർത്തിട്ടുള്ള ഈ ജസദ്, ഈ ശരീരം, അത് ഈ ഭൗതിക ജീവിതത്തിന് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൗതികപരമായി ചിന്തിക്കാനുള്ള ശേഷി മാത്രം നമ്മുടെ ബുദ്ധിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളൂ. അതിന്റെ അപ്പുറം ചിന്തിക്കാൻ ഈ ബുദ്ധി പര്യാപ്തമല്ല.